സെൽഫ് ഡൗട്ട് ഒരു വലിയൊരു വില്ലനാണോ? നിങ്ങളുടെ ഏതൊരു കാര്യം നിങ്ങൾ ചെയ്താലും അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ? എങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം ഞാൻ ഇതിനകത്ത് പറയുന്ന പല പോയിന്റ്സുകളും നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോൾ മിസ്സാകുന്നതാണ്. സെൽഫ് ഡൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്കൊരു വിശ്വാസമില്ലാതെ വരിക എന്നുള്ളതാണ്. അതിന് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള ചിലപ്പോൾ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ, ഒരുപാട് വിഷമകരമായ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഡിസിഷൻ എടുത്തപ്പോഴൊക്കെ തെറ്റായി പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. നിന്റെ തീരുമാനങ്ങളൊക്കെ തെറ്റാണ്, ഞങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ നിന്റെ ലൈഫ് അങ്ങനെ ആകില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഉപദേശിക്കുവാൻ ഒരുപാട് പേരുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള നെഗറ്റീവ് ടോക്സുകളൊക്കെയാണ് നിങ്ങളെ കൊണ്ട് നിങ്ങളിൽ ഒരു വിശ്വാസമില്ലാതെ ആക്കുന്നത്. എല്ലാവരും, ഈ ലോകത്തിലെ മനുഷ്യരെല്ലാവരും അവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒന്നും തന്നെ കറക്റ്റ് ആയിരിക്കുകയില്ല. അവരുടെ ജീവിതത്തിൽ അവരും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ നിങ്ങളെ ഉപദേശിക്കുന്നവർ പോലും അവരുടെ ജീവിതത്തിൽ അവരെടുത്ത എല്ലാ തീരുമാനവും ശരിയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ പേരൻസ് ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അവർ ഉപദേശിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളെടുത്ത തീരുമാനങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് ചോദിക്കാൻ വേണ്ടിയോ അവരുടെ മുമ്പിൽ പറഞ്ഞ ആളാകാൻ വേണ്ടിയിട്ടോ അല്ല ഞാനിത് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്, മനുഷ്യനാണ് അതൊരു ട്രയൽ ആൻഡ് എററിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ചിലപ്പോൾ ശരിയായിരിക്കത്തില്ല, ചില തീരുമാനങ്ങൾ ശരിയായിരിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ 90% ശരിയായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ, അവർ മുന്നീട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ശരിയായി വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരിൽ ഒരു കോൺഫിഡൻസ് കൂടും. ആ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് അവർക്ക് പിന്നെ കുറേ തീരുമാനങ്ങളൊക്കെ ലൈഫിൽ എടുത്തെടുത്ത് വരുമ്പോൾ അവർക്ക് തനിയെ ഒരു ഇൻറ്റ്യൂഷൻ കൂടും. എന്ന് വെച്ചാൽ അവർക്ക് അറിയാൻ കഴിയും ഇന്നത് തെറ്റാണ്, ഇന്നതാണ് ശരിയായ ഓപ്ഷൻ എന്നത്. അതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അത് ഒറ്റ ദിവസം കൊണ്ടിട്ട്, ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാം, ഒറ്റ രാത്രി കൊണ്ട് ഇത് മാറ്റിത്തരാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ സെൽഫ് ഡൗട്ടിനെ മറികടക്കാൻ കഴിയും. അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുത്തു നോക്കുക. മിക്കപ്പോഴും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന വെച്ചാൽ ഒരു 20, 22, 25, ഇപ്പോൾ ഒരു 27 വയസ്സ് വരെയൊക്കെ മക്കളെ അച്ഛനും അമ്മയും വളരെ കെയർഫുൾ ആയിട്ട് വളർത്തും. അവരെ പെട്ടെന്ന് ഒരു 27 വയസ്സിലോ അല്ലെങ്കിൽ 24 വയസ്സിലോ അവർ പുറത്തേക്ക് വിടുമ്പോഴത്തേക്ക് അവർക്ക് ഇത്രയും നാളും തീരുമാനങ്ങൾ എടുത്തത് അച്ഛനും അമ്മയാണ്. ഏത് ഡ്രസ്സ് എടുക്കണം, ഏത് ആഹാരം കഴിക്കണം, ഏത് ഹോസ്പിറ്റലിൽ പോകണം, എന്ത് പഠിക്കണം, എവിടെ ജോലിക്ക് പോകണം, ആരുമായിട്ടൊക്കെ ഫ്രണ്ട്സ് ആക്കണം, എന്തൊക്കെ കാണണം, എന്തൊക്കെ പറയണം, ഇതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് അച്ഛനും അമ്മയുമാണ്. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പെട്ടെന്ന് നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടില്ലാത്ത നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിതത്തിൽ എടുക്കേണ്ട ഏറ്റവും വലിയൊരു തീരുമാനം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ജോലി ആയിരിക്കാം, എവിടെ ജോലിക്ക് കയറണം എന്നുള്ളതായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഒരു വിവാഹമായിരിക്കും. ഈ രണ്ട് സ്റ്റേജിലാണ് നിങ്ങളുടെ ആ ഒരു കൂട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. പലപ്പോഴും ആളുകൾക്ക് തെറ്റുന്നതും അവിടെയാണ്. കാരണം നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഒരു തീരുമാനങ്ങളും എടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഈ മെയിൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് വരുന്നത്, അല്ലേ? എന്നും പറഞ്ഞ് ഓക്കെ, ഇതും ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും പറയുന്നത് കേൾക്കാം എന്നല്ല ഞാൻ പറയുന്നത്. എപ്പോഴും ഞാൻ നിങ്ങൾക്കൊരു അഡ്വൈസ് തരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും വെച്ചിട്ടായിരിക്കും ഞാനൊരു അഡ്വൈസ് തരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്കൊരു അഡ്വൈസ് തരുമ്പോൾ അവരുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, ഓക്കെ ഇങ്ങനൊന്നും എൻ്റെ കുഞ്ഞിന് സംഭവിക്കരുത് അവർ പറയത്തില്ല. എനിക്ക് പണ്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ ഞാൻ ഒരുപാട് പഠിപ്പിക്കാം, അവന് നല്ല ലൈഫ് കിട്ടണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പഠിപ്പിക്കുന്നവരുണ്ട്. ചിലപ്പോൾ അവർക്ക് ഡാൻസിനോടോ പാട്ടിനോടോ ഒക്കെ ആയിരിക്കും താല്പര്യം. അവരെ അതിൽ നിന്നും പിടിച്ചു മാറ്റി പഠിത്തത്തിലേക്ക് പറഞ്ഞു വിടുന്നവരുണ്ട്. അതിന് കാരണം അവരുടെ ലൈഫിൽ അവരുടെ വിശ്വസിക്കുന്നത് അവർ പഠിക്കാത്തത് കൊണ്ടായിരുന്നു അവരുടെ ലൈഫ് അവരുദ്ദേശിക്കുന്ന ഒരു ലെവലിൽ എത്താതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊരു അഡ്വൈസ് ഏതൊരു വ്യക്തി തന്നാലും അവരുടെ ലൈഫിലുണ്ടായ സംഭവങ്ങളും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ, അവർ ലൈഫിനെ ഏത് രീതിയിലാണോ കാണുന്നത് എന്നത് വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ അതെല്ലായ്പ്പോഴും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്
ആ ഒരു രീതി ആയിരിക്കത്തില്ല അവരാഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റും അവരുടെ ഇൻട്രസ്റ്റും ഒന്നാകാത്തത് കൊണ്ട് തന്നെ അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുത്ത് തുടങ്ങുക. അങ്ങനെയാണ് നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു ഡ്രസ്സ് ഇടണം. നിങ്ങൾ ഒരു ദിവസം ചൂസ് ചെയ്യുക ഒരു ഡ്രസ്സ്. ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഷർട്ടും പാൻറ്റും ചിലപ്പോൾ മാച്ചിങ് ആയിരിക്കത്തില്ല. കുഴപ്പമില്ല, നിങ്ങൾ അതിൽ നിന്ന് പഠിക്കും. നിങ്ങൾ അന്ന് കുറെ ആളുകൾ നിങ്ങളെ കളിയാക്കിയാലും അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആരെങ്കിലുമൊക്കെ പറയടാ ഈ കളറുകൾ തമ്മിൽ ചേരുന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവും. നെക്സ്റ്റ് ടൈം ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുത്ത് നോക്കുക. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൂടി തന്നെ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുവാനും ചിലപ്പോൾ പതിയെ പതിയെ നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾ കറക്റ്റായി തുടങ്ങും. അപ്പോൾ നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും. മാനിഫെസ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഈ സെൽഫ് ഡൗട്ട് ഉണ്ടാകുന്നത് നിങ്ങളുടെ ലൈഫിലുണ്ടായ, ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ കാരണമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ കാര്യങ്ങളിനകത്ത് നിങ്ങൾ അട്രാക്ട് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് സെൽഫ് പവറിനെ കുറിച്ചൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. വളരെ എരിവുള്ളൊരു ഫുഡ് കഴിച്ചിട്ടിരിക്കുമ്പം എനിക്കൊരു ചോക്ലേറ്റ് കിട്ടിയായിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിക്കും. ചിലപ്പോൾ ഒരാള് വെറുതെ വന്ന് നിങ്ങൾക്ക് ചോക്ലേറ്റ് വേണോ, ഒരു മിഠായി വേണോ, ഞാൻ കഴിക്കാം, നിങ്ങളും കൂടെ കഴിച്ചോ, ഷെയർ ചെയ്യാം എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ നിങ്ങളാണെങ്കിൽ അട്രാക്ട് ചെയ്ത് നോക്കുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പവറിലൊരു വിശ്വാസം വരും, നിങ്ങളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ പവറിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ യൂണിവേഴ്സിൽ വിശ്വാസം ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിൽ വിശ്വാസം ഉണ്ടാകും. മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് തന്നെ നടക്കും. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളെ അട്രാക്ട് ചെയ്ത് നോക്കുക, മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ വീഡിയോ കൊണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു ടിപ്പ് കൊണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ചെറിയൊരു കാര്യമായിക്കോട്ടെ, താഴെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. നിങ്ങളുടെ ഓരോ കമന്റ്സും വളരെയധികം വിലപ്പെട്ടതാണ്. അതാണ് എനിക്കൊരു എൻകറേജ് ആവുന്നത് വെച്ചാൽ വീഡിയോസ് ചെയ്യുവാനും ഇതിനകത്ത് ഞാൻ ഈ പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.